പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ തച്ചക്കോട് തെക്കുംഭാഗത്ത് ഇവിടെ എല്ലാ വർഷവും ഉള്ളതാണ് ആൽത്തറയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. ഇവിടെ ഈ ഊട്ടെന്ന് പറയുന്ന തെരളി ഒക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഉച്ചാര സമയങ്ങളിലൊക്കെ തെരളിയൊക്കെ വരുന്നത്. ഇതാണ് ആ ആൽത്തറ. അപ്പം അന്നൊക്കെ തെരളിയൊക്കെ ഇങ്ങനെ രാത്രി ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ ഇങ്ങനെ കുത്തിയിരിക്കും തെരളി വേവുന്നേ നോക്കി. അപ്പോൾ അത് വീടുകളിലങ്ങ് ഇപ്പം തെരളിയും മറ്റു കാര്യങ്ങളൊന്നും വെക്കാറില്ല. അപ്പോൾ ഇപ്പം മിക്കവാറും ഒക്കെ ഒരു തെരളിയൊക്കെ കഴിക്കണമെങ്കിൽ ഇപ്പം അമ്പലങ്ങളിലൊക്കെ ചെല്ലണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ആൽത്തറകളിലൊക്കെ ചെല്ലണം. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ആൽത്തറകളൊന്നും ഇപ്പം കാണാനില്ല. എല്ലാ വീടുകളിൽ നിന്നൊക്കെ കുറേയൊക്കെ ഒഴിവായിപ്പോയി. ആൽത്തറകളൊക്കെ പണ്ടത്തെ ആൽത്തറകളൊക്കെ ക്ഷേത്രങ്ങളായി മാറി. അപ്പോൾ പണ്ടത്തെ പൈതൃകങ്ങളാണ് ഇതൊക്കെ. കാര്യം ഓരോരുത്തരുടെയും ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ തെരളി ഉണ്ടാക്കുന്നിടത്തോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ തെരളി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വലിയ ചടങ്ങുകളുണ്ട്, ഊട്ടും. അതൊക്കെ നിങ്ങളെ വിശദമായിട്ട് തന്നെ കാണിക്കാം. അപ്പം തെരളി ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇത് ഊട്ടാനുള്ള തെരളി ഇപ്പം കുടുംബങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്നാണ് അവിടെ അത് ചെയ്യുന്നത്. എന്നാണ്ട് ഇതാണ് തെരളി. വയണയിലേക്കകത്താണ് തെരളിയപ്പം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇലയപ്പം അതും ഉണ്ടാക്കുന്നുണ്ട്. നല്ല എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ചടങ്ങാണ്. ഇതൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ ഉള്ളൂ. ആർക്കും സമയമില്ല. ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകൾ നടത്തുന്നിടത്തൊക്കെ കാണാം. ഒത്തൊരുമയോട് നിന്ന് ഇലയുടെയും തെരളിയും എല്ലാം ഉണ്ടാക്കി ഇനി അത് വേവിച്ച് അതിന് ശേഷമാണ് ഊട്ടുന്നത്. അതൊക്കെ വിശദമായിട്ട് തന്നെ കാണാം. പിന്നെ കുരുതിയൊക്കെ ഉണ്ട്, അതും കാണാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ രാത്രി നമുക്ക് ഏകദേശം 12 മണിയായി. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, നേരത്തെ പറഞ്ഞ ആ ഉച്ചാരയുടെ ഊട്ടാണിത്. ഇതിപ്പോൾ രാത്രി പണ്ടത്തെ കാലത്തുള്ള ആൽത്തറകളാണ്. ഇപ്പോൾ ഈ നാട്ടിലിപ്പോൾ ഈ ഒരു ആൽത്തറയേ ഉള്ളൂ. അപ്പോൾ ഈ ആൽത്തറയിലെ ഊട്ടിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇല വെച്ച് തുടങ്ങി. അപ്പം ഇത് കാണാത്തവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം കാണാനില്ല ഇങ്ങനെ ആൽത്തറകളൊന്നും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഈ ഒരു ആൽത്തറ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൽത്തറകളൊക്കെ പോയി. പണ്ടത്തെ കാലത്ത് ഇത് വലിയൊരു ആചാരമായിരുന്നു. അവർ വലിയൊരു ആചാരത്തിലായിരുന്നു പണ്ടത്തെ കാലത്ത് കൊണ്ടു നടന്നിരുന്നത്. എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് നിന്ന് ഇവിടെ ഈ തെരളി വെക്കുന്ന ഒരു ചടങ്ങാണ്. ഇതിപ്പോൾ തെരളിയാണ് ആർക്കുന്നത്. ഇതാണ് ഊട്ടെന്ന് പറയുന്നത്. ഇലയപ്പവും കൂടെ ഇവിടെ വെക്കും, ഓരോ ഇലയ്ക്കകത്ത് വെക്കും. അപ്പം അങ്ങനെ ഒരു ചടങ്ങാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള. ഇത് പിതൃക്കൾക്കല്ലേ രാജേഷ്? 101 സ്വരൂപങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഇത് മെയിനായിട്ടുള്ള സ്വരൂപം എല്ലാവരും. അപ്പം 101 സ്വരൂപങ്ങൾ. ഈ ആൽത്തറകളാണ് പണ്ടത്തെ കാലത്തൊക്കെ. ആൽത്തറകളൊക്കെ ഇപ്പം അമ്പലങ്ങളായിട്ട് മാറി. ഇപ്പം അപൂർവമായിട്ടുള്ള ആൽത്തറകൾ. അപ്പോൾ അവിടെ അതിപ്പോൾ ഊട്ടാണ്. ഇപ്പോൾ അതിപ്പോൾ സമയം രാത്രി 12 മണിയായി. 12 മണിയാകുമ്പോൾ ഇപ്പോൾ ഈ പടുക്കയൊക്കെ
വെച്ച് കഴിഞ്ഞ് കേട്ടോ. ഇവിടെ പാലും പഴവും ദാണ്ട് ഇതിനകത്ത് കണ്ടില്ലേ, നാരങ്ങ, പഴം, പാക്ക്, വെറ്റ, തെരളി, ഇലയപ്പം, അങ്ങനെ എല്ലാവിധ സാധനങ്ങളുമുണ്ട്. ഇനിയാണ് അതിൻ്റെ ചടങ്ങുകൾ അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ചടങ്ങുണ്ട്, ആ ചടങ്ങൂടെ കാണിക്കാൻ ഇനി ഇവിടെ ആണ്ട് ഇതുപോലെയാണ് വെക്കുന്നത്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യം, അവർക്ക് അറിയത്തില്ല. ആ കണ്ടില്ലേ, ഞാൻ ആ തെരളി പുഴുങ്ങുന്ന, തെരളി ഇലയപ്പമൊക്കെ പുഴുങ്ങുന്ന ഇതിനകത്തായിരുന്നു. നേരെ ഈ ഒരു ഭാഗത്തുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആൾത്തറയ്ക്ക് ഫ്രണ്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. ഇനി അടുത്തൊരു പന്തം കത്തിച്ചുള്ളൊരു ചടങ്ങുണ്ട്. ഈ ആൽത്തറയ്ക്ക് പുറത്ത് ഈ ഒരു വിളക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. ആൽത്തറയ്ക്ക് പുറത്ത് ഈ വിളക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്ക്കല്ലേ രതീഷേ, ഇത് പിന്നെ കുരുതി കുരുതി കുരുസി കുരുതി കുരുതി ഇവിടെ കോഴിക്കുരുതിയാണോ? കുരുതി പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പം ആചാരപ്രകാരം ആ വിളക്ക് കത്തിക്കുന്നതേ ഉള്ളൂ. വിളക്ക് കത്തിച്ച് അടുത്ത വെള്ളം കലക്കി. പണ്ടത്തെ കാലത്ത് കോഴി കത്ത് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തലമുറയ്ക്കില്ല. പടുക്കയൊക്കെ വെച്ച് അടുത്തത് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. പൂജയ്ക്കുള്ള ഇതായിട്ടിരിക്കുക, പൂജയായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് പന്തം കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പന്തം കത്തിക്കുന്ന ചടങ്ങ് മാത്രമല്ല, നമ്മൾ പണ്ട് കാലത്ത് ഈ കോഴിക്കുരുതിക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു, പണ്ട് കോഴിക്കുരുതിയായിരുന്നു ഇവിടെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതെന്തിനുള്ള അരിത്തവെള്ളം എന്തോ അരിത്തവെള്ളം എന്ന് പറഞ്ഞാൽ, അടുത്തോളം പറഞ്ഞാൽ ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കലക്കി നമ്മൾ രക്തത്തിൻ്റെ കളറാക്കി നമ്മൾ ഇവിടെ കുരുതി ചെയ്യുന്നതിന് പകരത്തിന് നമ്മളിപ്പോൾ സങ്കല്പം. ഇപ്പോൾ കോഴിക്കുരുതി ഇല്ല. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഇത് ഇവിടെ ഒഴിക്കും. അടുത്ത് പന്തം കത്തിക്കൽ ചടങ്ങാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ പന്തം കത്തിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ കുരുതി കൊടുക്കുക. അതിപ്പോൾ പന്തം കത്തിച്ച് എല്ലായിടത്തും കുത്തും. ഒരു ആചാരമാണ്, പാരമ്പര്യമായിട്ട് നമ്മൾ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇപ്പോഴും അതേ കണക്ക് തന്നെ തുടരുകയാണ് ഇവിടെ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നിങ്ങളുടെ അന്യം നിന്ന് പോയ ഇതാണ്. ഇപ്പം ഒന്നുമില്ല, ആൾത്തറകളൊക്കെ ഇല്ല. ഇതേ കണക്ക് പന്തം കത്തിച്ച് എല്ലായിടവും ഇങ്ങനെ വെക്കും. പന്തം കത്തിച്ച ഇവിടുത്തെ ഈ അനുഷ്ഠാനം കഴിഞ്ഞു. അന്നത്തെ ആചാരപ്രകാരം അവസാനമാണ് ഈ ഗുരുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുതിക്ക് നമ്മൾ ഇപ്പോൾ സാധാരണ കോഴിയാണ് വെട്ടുന്നത്. കോഴിയെ വെട്ടി ആ ഗുരുതി കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് മഞ്ഞൾ, ചുണ്ണാമ്പെല്ലാം കൂടെ കലക്കി അതിൻ്റെ ആ ഒരു ഐതിഹ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ, ചുണ്ണാമ്പ് വെള്ളം ഒക്കെ കലക്കി ചുവന്ന കളറിലാക്കി ഒരു സങ്കല്പം, അങ്ങനെ ആ കുരുതി നൽകുകയാണ്. കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള കുരുതികളൊന്നും ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ. 100 രൂപയായിട്ടൊക്കെ ഉള്ളൂ. ഇവിടെ ഇങ്ങനെയാണ് കുരുതി. ചിലയിടത്തൊക്കെ കോഴിയൊക്കെ വെട്ടി കുരുതി കൊടുക്കുമായിരുന്നു പണ്ട്. കോഴി, ആട് അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ വെട്ടി കുരുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആചാരമൊക്കെ അങ്ങ് നിന്ന് എല്ലാ ഒരു സങ്കല്പത്തിനനുസരിച്ച്
അപ്പോൾ ആ കുരുതി, ഇതാണ് കുരുതി. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുരുതിയാണ്. അപ്പോൾ ഈ കർപ്പൂരവും കൂടെ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കുരുതിയാണ്. അപ്പോൾ സാങ്കല്പികമായിട്ടുള്ള ആ വെള്ളം അതിൻ്റെ ഇതിലോട്ട്, ആ പ്ലാവിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചാണ്, ഇങ്ങനെയാണ് കുരുതി നൽകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇതെല്ലാം അവസാനിച്ച്, കാര്യം ഈ ഊട്ടിൻ്റെ അവസാന ഘട്ടമാണ് ഈ കുരുതി എന്ന് പറയുന്നത്. അതിപ്പോൾ അവസാനിച്ചിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത വർഷമാണ് കേരളത്തിലുള്ള, ഒരു വർഷത്തിലൊരിക്കലാണ് ഈ കുരുതിയും ഊട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് ഈ രാത്രി 12 മണിക്കും ഇവിടെ വന്ന് നിന്ന് ഇതെല്ലാം വീഡിയോ എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാര്യം നിങ്ങൾക്ക് അറിയാത്തവർക്ക്, ഇത് അറിയാവുന്നവർക്കല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ ഒരുപാട് വീഡിയോകൾ വരും. എല്ലാവിധ വീഡിയോകളും ഉണ്ട്, നമ്മൾ ഒന്നും വിടത്തില്ല. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടം കഴിഞ്ഞു, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അപ്പോൾ ഇത് തച്ചക്കോട് മണ്ടക്കാട്ട് നട, വെളിയം നെടുവങ്കാവ് റൂട്ടിൽ തച്ചക്കോട് മണ്ടക്കാട്ട് നട ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തെക്കോട്ട് വരുന്ന ഭാഗത്തുള്ള, ഇതിൻ്റെ പേര് കുന്നുംപുറത്ത് വീട്ടിലെ കുന്നുവിള വീട്ടിലെ ആൽത്തറയാണിത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.